മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സഭാപ്രസംഗൻ 12:13, The book of Ecclesiastes, chapter 12, verse 13. എല്ലാം കേട്ട് കഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെയാണ്. നാം ഓരോ കാലത്തും വ്യത്യസ്ത കാര്യങ്ങൾക്ക് മൂല്യത കൽപ്പിച്ചുകൊണ്ട് അവയുടെ പിന്നാലെ ഓടുന്നു. ഉദ്ദേശം സാധിച്ചാലും ഇല്ലെങ്കിലും അസംതൃപ്തി അവശേഷിക്കുന്നു. ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപൂർണത കാണുവാൻ തുടങ്ങും. ലഭിച്ചില്ലെങ്കിൽ നിരാശനാവുകയും ചെയ്യും. ആഗ്രഹങ്ങളുടെ ചക്രവാളം എപ്പോഴും വിപുലപ്പെട്ടുകൊണ്ടിരിക്കും. ദരിദ്രന് ധനമുണ്ടായാൽ മതിയെന്നാണ് ചിന്ത. സമ്പന്നനായി കഴിഞ്ഞാൽ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ കിട്ടണമെന്ന ആഗ്രഹമായി. പിന്നീടുണ്ടാകുന്ന ആഗ്രഹം മരണശേഷം തന്റെ പേർ ഓർക്കപ്പെടാനുള്ള മാർഗം കണ്ടെത്തണമെന്നാണ്. അതിനൊരിക്കലും ഉറപ്പ് ലഭിക്കുകയില്ല. അപ്പോൾ അസംതൃപ്തി അവശേഷിക്കും. സോളമൻ ജീവിതകാലത്ത് പല കാര്യങ്ങൾ നേടി. ധനവും പ്രശസ്തിയും ജീവിത ഉല്ലാസങ്ങളും തനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിടത്തും അയാൾ സംതൃപ്തനായില്ല. എല്ലാം മായ, സകലവും മായ തന്നെ എന്ന് പറഞ്ഞ് വിലപിച്ചു. അവസാനം ഒരു നിഗമനത്തിലെത്തി, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകൾ ആചരിച്ച് ജീവിക്കുന്നതാകുന്നു സകലർക്കും വേണ്ടത് എന്ന്. ഒരു വാസ്തവം നമ്മൾ അറിഞ്ഞിരിക്കണം. ധനമോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ നമുക്ക് സമാധാനം തരികയില്ല. ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ജീവിച്ചാൽ നാം നിരാശക്കുഴിയിൽ വീഴുകയില്ല. പലതിന്റെ പിന്നാലെ ഓടി ആയുസ് അവസാനിക്കുമ്പോൾ മാത്രമാണ് പലരും ഈ സത്യം മനസ്സിലാക്കുന്നത്. സോളമൻ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച ശേഷം അവസാനം കണ്ടുപിടിച്ച് ദൈവത്തിൽ ജീവിക്കുന്നത് മാത്രമേ സ്ഥായിയായുള്ളൂ എന്നാണ്. നമുക്കും അതൊരു പാഠമായിരിക്കണം. പണത്തിനും മൃഗതൃഷ്ണയ്ക്കും പിന്നാലെ മനുഷ്യൻ ഓടുന്നു. രണ്ടിന്റെയും അടുത്ത് ചെല്ലുമ്പോൾ അത് നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള മൗഢ്യ വിചാരങ്ങളുടെ പുറകെ പോകാതെ ദൈവത്തിലേക്ക് ആശ്രയിക്കുക, ദൈവഹിതമെന്താണ് തിരിച്ചറിയുക, അതിൽ സംതൃപ്തി കണ്ടെത്തുക. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.